ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചിക്കൻ ലോലിപോപ്പാണ്. അപ്പോൾ അതിനായിട്ട് 450 ഗ്രാം ചിക്കനാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിങ്സിൻ്റെ പീസായിരിക്കും. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് വെച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യം ഈ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂണിനടുത്ത് സോയാ സോസ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1/4 ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ 1 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ മസാലയും ഇതൊക്കെയായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചോളൂ ഇതിലേക്ക്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ചുകൂടി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ്, 1 ടീസ്പൂൺ മൈദ, ഒരു മുട്ട, 3 ടീസ്പൂൺ അളവിലുള്ള കോൺഫ്ലോർ, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം ഫുഡ് കളറൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത് കാണാൻ കളറായിരിക്കും. പക്ഷെ നമ്മൾ ഹോം മെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വേറെ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു കളർ കിട്ടില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള എണ്ണയൊക്കെ ഞാനിവിടെ ചീനച്ചട്ടിയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ ഒരുപാട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ, സ്പൈസി അല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.